ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് പുതിയ വാഹനങ്ങളിലേക്ക് ഫ്യൂവൽ പമ്പിനെ കുറിച്ചാണ്. അധികം ആർക്കും അറിയില്ലാത്തൊരു കാര്യമായിരിക്കും. ഫ്യൂവൽ പമ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നമ്മുടെ വണ്ടികളിലെ ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്ന സാധനം ഒരു പഴയ വാഹനങ്ങളുടെ കാർബറേറ്റർ ആയിരുന്നു. ഇപ്പോഴത്തെ വാഹനങ്ങളിൽ ഫ്യൂവൽ പമ്പാണ് മിക്ക വാഹനങ്ങളിലും, എല്ലാ വാഹനങ്ങളും തന്നെ. അതുപോലെ തന്നെ ഈ ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. നമ്മൾ വണ്ടി ഓൺ ചെയ്ത് താക്കോൽ ഓൺ ചെയ്ത് അതിൻ്റെ എൻജിൻ സ്വിച്ച് സെൽഫ് അടിക്കുന്നതിന് മുമ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഫ്യൂവൽ പമ്പ് വർക്ക് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. ആ സമയത്തിന് മുൻപേ തന്നെ നമ്മൾ ചിലർ സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി എടുത്തുകൊണ്ട് വന്നു പോകും. അപ്പോഴത്തേക്കും വണ്ടി സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നിന്ന് പോകും. അങ്ങനെ തുടർച്ചയായിട്ട് നിന്ന് പോവുകയാണെങ്കിൽ ഫ്യൂൽ പമ്പ് വർക്ക് ചെയ്യാനുള്ള സമയം കൊടുക്കാതെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ പലപ്പോഴും അത് കംപ്ലൈൻറ്റിലേക്ക് നയിക്കും. അപ്പോൾ ഫ്യൂൽ പമ്പ് പോകാനുള്ള സാധ്യത ഉണ്ടാവും, അതിൻ്റെ സെൻസറുകൾ കംപ്ലൈൻ്റ് ആവാനൊക്കെ സാധ്യത ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്യൂൽ പമ്പൊക്കെ കുറച്ച് സമയം വർക്ക് ചെയ്യാനുള്ള സമയം അതിന് നൽകണം. അങ്ങനെയാണ് ആ കറക്റ്റായിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷൻ നൽകാൻ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും അതുപോലെ തന്നെ പമ്പ് കൂളായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അതിന് കൂളിംഗ് കിട്ടുന്നത് അതിൻ്റെ ഇന്ധനമാണ്. അതിൻ്റെ കൂളിംഗ് എന്ന് പറയുന്നത് കൂളൻ്റായിട്ട് കിടക്കുന്നത് വർക്ക് ചെയ്യുന്നത്. അതിനൊരു മിനിമം അളവുണ്ട്. ഈ പമ്പ് പെട്രോൾ ടാങ്കിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ ആ കറക്റ്റായിട്ടുള്ള അളവിലുള്ള ഇന്ധനം അതിനുണ്ടെങ്കിൽ ആ പമ്പ് കറക്റ്റായിട്ട് ചൂടാവാതെ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മുടെ പമ്പ് പെട്ടെന്ന് പോകാൻ കാരണമാകുന്നത് ഇന്ധനത്തിൻ്റെ അളവ് കുറയുകയോ നിശ്ചിത അളവിലുള്ള ഇന്ധനം ടാങ്കിലില്ലാതെ നമ്മൾ വർക്ക് ചെയ്യുക, സ്ഥിരമായി വർക്ക് ചെയ്താൽ ഈ പമ്പ് ചൂടാവുകയും ഈ ഫ്യൂൽ ഇഞ്ചക്ഷൻ നൽകുന്നത് പമ്പിന് കംപ്ലൈൻറ്റ് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ വാഹനങ്ങൾ എടുക്കുന്ന മിക്കവരും ഇതൊന്നും അറിയാതെ അല്പം ഇന്ധനം അടിച്ച് കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ഉപയോഗം വരുമ്പോൾ ഈ പമ്പിന് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മൾ കമ്പനി പറയുന്ന അതിലുള്ള റിസർവ് പോയിൻറ്റിലുള്ള ഇന്ധനം വാഹനത്തിനുള്ളിലുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെയുള്ള ഇല്ലാത്ത അവസ്ഥയിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്യാൻ അനുവദിക്കരുത്. നമ്മുടെ വാഹനം പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആകുന്നതാണ്. അതുപോലെ തന്നെ ചിലവേറിയ തുകയാണ് ഇതിന് നൽകേണ്ടി വരിക. അപ്പോൾ ഫ്യൂവൽ പമ്പുകൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു തരത്തിലും വാഹനം സ്റ്റാർട്ടാക്കാനുള്ള അവസ്ഥ കൊടുക്കാനുള്ള ഇന്ധനം കൊടുക്കാനുള്ള ആ ഒരു പമ്പിങ് നടക്കാതെ വരും. അപ്പോൾ അത് വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.